പ്രത്യേകിച്ച് ഉള്ള ആക്ഷൻ കൊറിയോഗ്രാഫി റിഹേഴ്സൽസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ റിയൽ ലൈഫ് ഷൂട്ടിലോട്ട് വന്നപ്പം അതൊക്കെ കാറ്റി പറത്തിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ടാണ് അവർ നമുക്ക് പണി തന്നുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഫൈറ്റ് കൊറിയോഗ്രാഫി എന്നോ ആൾക്കാർ എടുത്തു പറയുമ്പോൾ പ്രത്യേകിച്ചും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കൊരു മോൺസ്റ്റർ ഫൈറ്റും അതേപോലെ ക്ലൈമാക്സിലേക്ക് വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസുകളൊക്കെ വളരെ ഇമ്പാക്ട്ഫുൾ ആകാനായിട്ടുള്ള വേറൊരു റീസൺ ഓഫ് കോഴ്സ് അത് നല്ലൊരു ഫൈറ്റ് കൊറിയോഗ്രാഫി എന്നതിനേക്കാൾ ഉപരി അതിനൊരു ഇമോഷണൽ ബാക്കിംഗ് കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും ഇത് വേറൊരു തരത്തിൽ ആൾക്കാരിലേക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ആൾക്കാർക്ക് ആ ഓരോ ഇടിക്കും അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ആ ഒരു ഫീല് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ആ ഇമോഷണൽ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. അത് തീർച്ചയായിട്ടും ഉടനീളം ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഇപ്പം ശരിക്കും ഈ രണ്ട് സൈഡുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു ആന്റഗോണിസ്റ്റിന്റെ സൈഡ് അല്ലെങ്കിൽ പ്രോട്ടഗോണിസ്റ്റിന്റെ സൈഡ് നോക്കുകയാണെങ്കിലും ഇവരില് ആരുടെ ഭാഗത്താണ് 100% ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കില്ല. ചില സമയത്ത് നമുക്ക് ഹരിശങ്കറിനോട് ഇയാൾ ചെയ്യുന്ന തെറ്റല്ലേ എന്ന് തോന്നിപ്പോകാം. ചില സമയത്ത് മറ്റു ഈ വൈശാഖിന്റെ അവരുടെയും ചെയ്തികളിൽ അവര് ചെയ്യുന്ന കാര്യങ്ങൾ ചില ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല എന്നുള്ളൊരു സംശയം നമുക്ക് ഉണ്ടാവാം. അപ്പൊ അത് മാനുഷികമാണ്. കാരണം എല്ലാവരും 100% ക്ലീൻ അല്ല അല്ലെങ്കിൽ ശരിയല്ല അല്ലെങ്കിൽ തെറ്റല്ല എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പാത്ര സൃഷ്ടിയും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളും പ്രവർത്തികളെല്ലാം കൊണ്ടുപോയിരിക്കുന്നത്. അതിപ്പം പോലീസുകാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം 100% നിയമാനുസൃതമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കാണുമ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും, എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അപ്പൊ അത് തന്നെയാണ് ഈ സിനിമ ആൾക്കാരിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രഫി ആണെങ്കിലും അല്ലെങ്കിൽ ഇമോഷൻസ് ആണെങ്കിലും എല്ലാവർക്കും മനസ്സിലാകും ഇത് ഒരു സാധാരണക്കാരന് പറ്റാവുന്ന അല്ലെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇമോഷണലി ഡ്രെയിൻ ആയിട്ടിരിക്കുന്ന ഒരാള് സ്വന്തം പേഴ്സണൽ ലൈഫിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ എങ്ങനെ ചാർജ്ഡ് അപ്പ് ആവും അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള അല്ലെങ്കിൽ പ്രതികരിക്കാനായിട്ടുള്ള ശക്തി ആർജവം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് ആ പാത്ര സൃഷ്ടിയിൽ നിന്നും അല്ലെങ്കിൽ അയാളുടെ ഇമോഷണൽ ബാക്കിങ്ങിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമയുടെ പ്രത്യേകിച്ച് ഒരു ആക്ഷൻ കൊറിയോഗ്രാഫിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇമോഷണൽ സപ്പോർട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.